അങ്ങനെ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ആ നഗ്ന സത്യം സൂര്യകുമാർ യാദവ് മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യ തോറ്റത്? അതിന് അദ്ദേഹം കാരണം കണ്ടെത്തിയത് ഇതാണ്: 214 റൺസ് വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ താനും ശുഭ്മാൻ ഗില്ലും ഒരു മികച്ച തുടക്കം നൽകുന്നതിൽ പരാജയപ്പെട്ടു. ആഹാ, എന്ത് നല്ല കണ്ടുപിടുത്തം! കഴിഞ്ഞ 10-20 ഇന്നിങ്സുകളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് അത് മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം പറയുന്നു, രണ്ടാം ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക പന്തെറിഞ്ഞത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടുപഠിച്ചു. ആ പഠിച്ചത് അടുത്ത മത്സരത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അവരെങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപഠിച്ച് അടുത്ത മത്സരത്തിൽ അത് നടപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടേക്കും. ഒരു നല്ല തുടക്കം സമ്മാനിക്കാൻ സാധിച്ചില്ല. എല്ലായ്പ്പോഴും അഭിഷേകിനെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. ഞാനും ശുഭ്മാനും കുറച്ച് ബാറ്റർമാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. നന്നായി ചേസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ശുഭ്മാൻ ആദ്യ പന്തിൽ തന്നെ പുറത്തായി. പക്ഷെ ശരിയാണ്, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കൂടുതൽ സമയം ബാറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും പഠിച്ച അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇമാര് ബാറ്റിംഗിലെ ഹോമിലല്ലെന്നുള്ളത് പോട്ടെ, എന്നാൽ ക്യാപ്റ്റൻസിയിലെങ്കിലും കുറച്ച് ബുദ്ധി കാണിച്ചുകൂടെ? 214 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ മൂന്നാമതായിട്ട് ഇറക്കിയത് ആരെയാണെന്നറിയോ? അക്സർ പട്ടേലിനെ. ആ അക്സർ പട്ടേൽ ഇറങ്ങിയ സമയത്തേക്ക് തിലക് വർമ്മ ഇറങ്ങിയിരുന്നെങ്കിൽ ജയിക്കും എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല, എന്നാൽ ഒന്നുകൂടി ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. അവസാനം റൺ റേറ്റ് കുത്തനെ കൂടിയപ്പോൾ ആഞ്ഞടിച്ച് റൺസ് ഉയർത്താനുള്ള ശ്രമത്തിലാണ് തിലക് വർമ്മ പുറത്തായത്. ഓപ്പണിംഗ് പൊസിഷൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഏത് പൊസിഷനിലും കളിക്കാൻ റെഡി ആയിരിക്കണമെന്നാണ് ഗംഭീർ പറയുന്നത്. സഞ്ജു സാംസണൊക്കെ പുറത്തിരിക്കുമ്പോഴാണ് ഗില്ല് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അടുത്ത ഒരു ഇന്നിങ്സിൽ ചിലപ്പോൾ ഒരു മികച്ച പ്രകടനം നടത്തി അദ്ദേഹം തിരിച്ചു വന്നേക്കാം. ഗില്ലും ജയ്സ്വാളും ഇല്ലാതിരുന്നപ്പോഴാണ് സഞ്ജുവിനെ ഓപ്പണിംഗ് പൊസിഷനിൽ ഇറക്കിയത്. അതുകൊണ്ട് സഞ്ജുവിന് ആവശ്യമായ അവസരം അവിടെ കൊടുത്തു. ഗില്ല് തിരിച്ചു വന്നപ്പോൾ ആ പൊസിഷൻ സഞ്ജുവിൽ നിന്ന് തിരികെ എടുത്ത് ഗില്ലിന് കൊടുത്തു എന്നാണ് പറയുന്നത്. വീണ്ടും ആ പൊസിഷനിൽ ഗില്ല് പരാജയപ്പെടുമ്പോൾ നേരത്തെ ആ പൊസിഷനിൽ മികച്ച പ്രകടനം നടത്തി കഴിവ് തെളിച്ചവനെ തിരിച്ചു വിളിക്കണ്ടേ? ഇത് ഓപ്പണിംഗ് പൊസിഷനിൽ നിർത്തി നിന്നെ ഫോമിലാക്കിയിട്ടേ ഞങ്ങൾ മാറൂ എന്ന് പറഞ്ഞാണ് ഗംഭീറും അഗാർക്കറും എല്ലാം നടക്കുന്നത്. ഇനി വെറും 8 മത്സരങ്ങളെ ലോകകപ്പിന് വേണ്ടിയുള്ളൂ. എങ്ങനെയും ഉന്തി തള്ളി ഗില്ലിനെ കൊണ്ട് വേൾഡ് കപ്പിൽ പങ്കെടുപ്പിക്കണം. ഇതിനിടയ്ക്ക് ഒരു 50 എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ വിമർശിച്ചവരെവിടെ? രാജകുമാരൻ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു, ഫോമിന്റെ പരമകോടിയിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ തള്ളിവിടാൻ ആൾക്കാരുണ്ടാകും. മികച്ച ഫോമിൽ പ്രകടനം നടത്തുന്ന ഒരുപാട് പേർ പുറത്തിരിക്കുമ്പോഴാണ് ഫോം ഔട്ട് ആയി ഇവരെ വെച്ചുകൊണ്ട് വീണ്ടും കളിപ്പിക്കുന്നതെന്ന് ഓർക്കണം. കളിക്കാരൻ ഫോം ഔട്ട് ആകുക എന്നുള്ളത് സാധാരണമാണ്. ആ ഫോമിൽ ഔട്ടായ കളിക്കാരനെ മാറ്റി അവിടെ പകരം ഫോമിലുള്ള മറ്റു കളിക്കാരെ കൊണ്ടുവരിക എന്നതാണ് സെലക്ടർമാരും കോച്ചും ക്യാപ്റ്റനും ഒക്കെ ചെയ്യേണ്ടത്. ഇവിടെ അതുണ്ടാകുന്നില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടവർ ഫോമിലാകുന്നത് വരെ കളിക്കട്ടെ, അല്ലെങ്കിൽ അവർ കളിയെ മതിയാക്കുന്നത് വരെ കളിക്കട്ടെ എന്നൊരു നിലപാടാണ് ഇവിടെ സെലക്ടർമാരും കോച്ചുമാരും ഒക്കെ എടുത്തിരിക്കുന്നത്. ഏതായാലും ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ഇവർ ഉടനെ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മറ്റുള്ള കളിക്കാർ മികച്ച പ്രകടനം നടത്തുന്നതുകൊണ്ട് മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുമെന്നും നമുക്കറിയാം. ഇനി ലോകകപ്പ് പോലുള്ള ഒരു വലിയ വേദിയിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം.